ഓക്കെ, റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ടേം ഡയഗ്രത്തിലെ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം ആണല്ലോ മോഡൽ, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. അപ്പൊ അതിനകത്ത് എൻറ്റിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു, അതിന്റെ ഡിഫറെന്റ് എന്താണ് അതിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ നൊട്ടേഷൻസ് എങ്ങനെയാണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് കഴിഞ്ഞു. ഇനി അടുത്ത ടേം നമ്മുടെ ഇതിനകത്ത് വരുന്നത് റിലേഷൻഷിപ്പ് എന്താന്നുള്ളതാണ്. സോ റിലേഷൻഷിപ്പ് മീൻസ് റിലേറ്റ് ടു ഓർ മോർ ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റീസ് വിത്ത് എ സ്പെസിഫിക് മീനിങ്. ഒന്നിൽ കൂടുതൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻസിനെ കാണിക്കാനുള്ള ഒരു ടേമാണ് റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റി ഉണ്ട്, പ്രോജക്റ്റ് എന്നുള്ള വേറൊരു എൻറ്റിറ്റി ഉണ്ട്. ആ രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ് ഓഫ് സെയിം ഓർ ഡിഫറെന്റ് എൻറ്റിറ്റി സെറ്റ്. സെയിം എൻറ്റിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഡിഫറെന്റ് എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ആ ഒരു അസോസിയേഷനെ പറയുന്ന ടേമാണ് റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് റിലേഷൻഷിപ്പിന്റെ നമ്മൾ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷനാണ് ഡയമണ്ട് സിമ്പൽ. അപ്പൊ ഇതിനകത്ത് സ്റ്റുഡന്റ് എന്നുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്, കോഴ്സ് എന്നുള്ളൊരു എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്. രണ്ട് എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്. ആ രണ്ട് എൻറ്റിറ്റി ടൈപ്പ് തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ പേരാണ് എൻറോൾഡ് ഇൻ. നിങ്ങൾക്ക് ആ സ്ലൈഡിൽ കാണാം. അപ്പൊ സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റിയിലെ ഓരോ എൻറ്റിറ്റീസും കോഴ്സ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസ് ആയിട്ടും എൻറോൾഡ് ഇൻ എന്നുള്ള റിലേഷൻഷിപ്പ് ടൈപ്പ് ആയിട്ടാണ് അസോസിയേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യുന്നത്, രണ്ട് എൻറ്റിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാങ്കിളിലും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡയമണ്ട് സിമ്പലിലും ആയിരിക്കും. അപ്പൊ ആ സിമ്പൽ ഓർത്തിരിക്കുക, ഡയമണ്ട് സിമ്പൽ. ഓക്കെ, ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിന്റെ കുറച്ച് ഫോർമൽ ആയിട്ടുള്ള കുറെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അതിന്റെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇപ്പൊ റിലേഷൻഷിപ്പ് ടൈപ്പ് നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ആർ വെച്ചായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. എൻറ്റിറ്റീസിനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് E1, E2, E3 എന്നുള്ള രീതിയിലായിരിക്കും. ആ ഒരു ടേം ആണ്, ആ ഒരു വേരിയബിൾസ് ആണ് നമ്മൾ സാധാരണ ഒരു ഡയഗ്രത്തിൽ റിലേഷൻഷിപ്പ് ടൈപ്പിനെയും അതുപോലെ തന്നെ എൻറ്റിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് E1, E2, E3 എക്സെട്ര അപ് ടു En വെച്ചിട്ട്. അപ്പോൾ ഒരു എൻറ്റിറ്റി ടൈപ്പിൽ ഈച്ച് എൻറ്റിറ്റീസ്, അതായത് E1, E2, E3 എന്നുള്ള ഓരോ എൻറ്റിറ്റീസും വേറൊരു എൻറ്റിറ്റി ടൈപ്പിൽ അതുപോലെയുള്ള കുറെ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അസോസിയേഷനെ നമ്മൾ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യും, ക്യാപിറ്റൽ ആർ എന്നുള്ള ഒരു ലെറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ടേംസ് ഓർത്തിരിക്കുക, ക്യാപിറ്റൽ ആർ, E1, E2 എക്സെട്ര. ഇനി ഇതിനകത്ത് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് ദ സെയിം ടൈപ്പ്. അപ്പൊ ഇതിനകത്ത് ഒരു സെറ്റ് ഡയഗ്രം ആണ് കാണിച്ചിട്ടുള്ളത്, നമ്മുടെ ഡയഗ്രം അല്ല. ഡയഗ്രത്തിൽ എൻറ്റിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാങ്കിളും റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡയമണ്ടും ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ഒരു സെറ്റ് ഡയഗ്രം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ എൻറ്റിറ്റീസിനെയും റിലേഷൻഷിപ്പിനെയും റെപ്രസെന്റ് ചെയ്യുന്നുള്ളതിന്റെ ഒരു ഡയഗ്രം കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് സ്റ്റുഡന്റ് എന്നുള്ള ഒരു എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്, അതിനകത്ത് 3 എൻറ്റിറ്റീസ് ഉണ്ട്, S1, S2, S3. ഇപ്പൊ സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റിക്ക് കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, അതൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല, സെറ്റ് ഡയഗ്രാം ആയിട്ട് കാണിച്ചേക്കുന്നതാണ്. സിമിലർലി കോഴ്സ് എന്നുള്ള വേറൊരു എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്, അതിനകത്തുള്ള ഓരോ എൻറ്റിറ്റീസ് ആണ് C1, C2, C3, 3 എൻറ്റിറ്റീസ്. അപ്പം S1 എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് എൻറ്റിറ്റി ഹാസ് എ റിലേഷൻഷിപ്പ് വിത്ത് C2, അതായത് കോഴ്സ് എൻറ്റിറ്റി ടൈപ്പിൽ C2 ആയിട്ടാണ് റിലേഷൻ. അതായത് S1 എൻറോൾഡ് ഫോർ C2. ആ ഒരു മീനിങ് വരാൻ പാകത്തിന് നമ്മൾ ഒരു ഡയഗ്രാം ഒരു റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസും കോഴ്സ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസ് ആയിട്ടും എന്തെങ്കിലും ഒക്കെ റിലേഷൻസ് ഉണ്ട്. സെയിം റിലേഷൻഷിപ്പിലെ കുറെ റിലേഷൻഷിപ്പായിട്ട് ആ രണ്ട് എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് ഡയഗ്രാം ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ളതാണ്. ഓരോ എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസും വേറൊരു എൻറ്റിറ്റി ടൈപ്പിലെ വേറെ എൻറ്റിറ്റീസും ആയിട്ട് എങ്ങനെയാണ് അസോസിയേഷൻ വന്നേക്കണെന്നുള്ളത്. അപ്പം ഈ രണ്ട് എൻറ്റിറ്റി ടൈപ്പിലെയും എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സെയിം റിലേഷൻഷിപ്പ് ആണ്. എൻറോൾഡ് ഇൻ എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ടൈപ്പിലെ ഓരോ റിലേഷൻ ഇൻസ്റ്റൻസ് വഴിയാണ് ഈ രണ്ട് എൻറ്റിറ്റി ടൈപ്പിലെയും ഓരോ എൻറ്റിറ്റീസും അസോസിയേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ S1, S2, S3 എന്ന് പറയുന്നത് സ്റ്റുഡന്റ് എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസ് ആണ്. കോഴ്സ് എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസ് ആണ് C1, C2, C3. അപ്പൊ ഈ ഫിഗറിലുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ദ സ്റ്റുഡന്റ് S1 എൻറോൾഡ് ഫോർ കോഴ്സ് C2. അപ്പൊ S1ഉം C2 എന്നുള്ള എൻറ്റിറ്റി തമ്മിലാണ് അസോസിയേഷൻ. സിമിലർലി S2 എൻറോൾഡ് ഫോർ കോഴ്സ് C1. അപ്പൊ S2 എന്നുള്ള സ്റ്റുഡന്റ് എൻറ്റിറ്റി C1 എന്നുള്ള കോഴ്സാണ്,
കോഴ്സായിട്ടാണ് എൻറോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിലേഷൻഷിപ്പ് സെറ്റ് എന്നുള്ള ഒരു ടേം എന്ന് പറയുന്നത് സെയിം ടൈപ്പിലുള്ള റിലേഷൻഷിപ്പിന്റെ സെറ്റിനെയാണ് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നടുക്ക് ബ്ലാക്കിൽ വരച്ചിരിക്കുന്ന ആ ഒരു സെറ്റാണ് എന്ത് റിലേഷൻഷിപ്പ് സെറ്റ്. ആ രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വഴി നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിനകത്ത് വേറൊരു എക്സാമ്പിൾ, ഈ പറഞ്ഞ പോലെ തന്നെ സെയിം കോൺസെപ്റ്റ് ഉള്ള വേറൊരു എക്സാമ്പിൾ. അപ്പൊ അതിനകത്ത് രണ്ട് എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്, എംപ്ലോയും. ഇതും സെറ്റ് ഡയഗ്രാം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇത് ER ഡയഗ്രാം അല്ല, സെറ്റ് ഡയഗ്രാം ആണ്. അപ്പൊ ഇതിനകത്തും രണ്ട് എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്, എംപ്ലോയി എൻറ്റിറ്റി ടൈപ്പും ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് എൻറ്റിറ്റി ടൈപ്പും ഉണ്ട്. അപ്പൊ എംപ്ലോയി എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസും ഡിപ്പാർട്ട്മെന്റ് എൻറ്റിറ്റി ടൈപ്പിലെ 3 എൻറ്റിറ്റീസ് ആണ് ആകെയുള്ളത്. ആ 3 എൻറ്റിറ്റീസിലേക്ക് എന്താണ് അസോസിയേഷൻസ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ത്രൂ വർക്ക്സ് ഫോർ എന്നുള്ള റിലേഷൻഷിപ്പ് ടൈപ്പ് വഴി. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം E1 വർക്ക് ഫോർ, E1 എന്നുള്ള എൻറ്റിറ്റി ആരുമായിട്ടാണ് കണക്ഷൻ? D1 ആണ്. അപ്പൊ E1 വർക്ക് ഫോർ ഡിപ്പാർട്ട്മെന്റ് D1, E2 വർക്ക് ഫോർ ഡിപ്പാർട്ട്മെന്റ് D2, E3 വർക്ക് ഫോർ ഡിപ്പാർട്ട്മെന്റ് D1. അപ്പൊ ആ രീതിയിലാണ് അതിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ നെയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ നടുക്ക് കാണിച്ചിരിക്കുന്ന വർക്ക്സ് ഫോർ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ടൈപ്പ്. വർക്ക്സ് ഫോർ എന്ന് കാണിച്ചിരിക്കുന്നത് റിലേഷൻഷിപ്പ് ടൈപ്പും എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ് എന്ന് കാണിച്ചിരിക്കുന്നത് എൻറ്റിറ്റി ടൈപ്പും ആണ്. E1 E2 E3 എന്നൊക്കെ പറയുന്നത് എംപ്ലോയിയുടെ എൻറ്റിറ്റീസും ഡിപ്പാർട്ട്മെന്റിലെ എൻറ്റിറ്റീസ് ആണ് D1 D2 D3. അതുപോലെ തന്നെ ആ ഒരു സ്ക്വയർ റെക്ടാംഗിളിൽ കാണിച്ചിരിക്കുന്നത് R1 R2 R3 R4 എന്ന് കാണിച്ചിരിക്കുന്നത് ഓരോ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസസും ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കൂടി വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് അതിനകത്തും സിമിലർലി സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പ്, മാർക്സ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പ്. ഇതിനകത്ത് ഒരൊറ്റ ഇൻസ്റ്റൻസ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളൂ. R1 എന്നുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് സ്റ്റുഡന്റും മാർക്കും തമ്മിലുള്ള എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ S1 എന്നുള്ള സ്റ്റുഡന്റ് ഈസ് റിലേറ്റഡ് ടു മാർക്ക് M1, മാർക്ക് M2, മാർക്ക് M3. ഓക്കെ, അപ്പം S1 സെക്യൂർ, M1 മാർക്ക്, M2 മാർക്ക്, M3 മാർക്ക്, അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഓരോ ടേംസും പറഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് സെക്യൂർഡ് എന്നാണ്, അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് സെക്യൂർഡ് എന്നാണ് റിലേഷൻഷിപ്പിന്റെ പേര്. റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ R1 R2 R3 R4 ഇത്രയും ആ ഒരു റിലേഷൻഷിപ്പ് ടൈപ്പിലെ ഓരോ സെറ്റ് ആണ്, റിലേഷൻഷിപ്പ് സെറ്റ് ആണ് R1 R2 R3 R4. ദെൻ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? ദിസ് പോയിന്റ് ഓഫ് ടൈമിൽ രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ R1 എന്നുള്ള റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിനാണ് നമ്മൾ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. R1 മാത്രമാണ് ഇപ്പൊ നിലവിൽ ഇതിനകത്തുള്ളൂ, അതുകൊണ്ടാണ് അതിനെ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ER ഡയഗ്രത്തിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അപ്പോൾ ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചിരിക്കുകയാണ്. സ്റ്റുഡന്റ് എന്നും കോഴ്സ് എന്നുള്ള രണ്ട് എൻറ്റിറ്റീസ്, അതിന് റിലേഷൻഷിപ്പ് രജിസ്റ്റേർഡ് ഇൻ എന്നുള്ള റിലേഷൻഷിപ്പ് വഴി അവ തമ്മിൽ അസോസിയേഷൻ ഉണ്ട്. സ്റ്റുഡന്റിന്റെ രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, കോഴ്സിന് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു മൊത്തത്തിൽ ഒരു ഓവറോൾ ഒരു ER ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. എൻറ്റിറ്റീസും റിലേഷൻഷിപ്പും ആട്രിബ്യൂട്ട്സും ഉള്ള ഒരു ER ഡയഗ്രത്തിന്റെ എക്സാമ്പിൾ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് സ്റ്റുഡന്റ് കോഴ്സ് എന്ന് പറയുന്നത് റെക്ടാംഗിൾ കൊടുത്തിരിക്കുകയാണ്, അത് എൻറ്റിറ്റി ടൈപ്പ് ആണ്. ഡയമണ്ട് സിമ്പലിൽ കാണിച്ചിരിക്കുന്നത് റിലേഷൻഷിപ്പ് ടൈപ്പ് ആണ്. ഓവൽ ഷേപ്പിലുള്ളത് ഓരോ എൻറ്റിറ്റീസിന്റെയും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ബൈനറി റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയാം. ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് എൻറ്റിറ്റീസ് ഒരു റിലേഷൻഷിപ്പ് വഴി അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് ബൈനറി റിലേഷൻഷിപ്പ് ആണ്. അതായത് നമ്മളിപ്പോ ഈ കണ്ട എക്സാമ്പിൾസ് എല്ലാം ബൈനറി റിലേഷൻഷിപ്പ് ആണ്. ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ഇൻ എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ടൈപ്പിൽ രണ്ട് എൻറ്റിറ്റീസ് ആണ് പാർട്ടിസിപ്പേഷൻ ഉള്ളൂ, അതുകൊണ്ടാണ് അതിനെ ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനാണ് എക്സാമ്പിൾ എംപ്ലോയി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് റോൾ നെയിം ആൻഡ് റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റോൾ നെയിം ആൻഡ് റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ റോൾ നെയിം എന്താന്ന് പറയാം. റോൾ നെയിം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ എൻറ്റിറ്റീസിനും നമ്മളൊരു റിലേഷൻഷിപ്പ് വഴിയാണ് നമ്മൾ രണ്ട് എൻറ്റിറ്റീസിനെ എന്താണ് അസോസിയേറ്റ് ചെയ്യണത്. രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് വഴിയാണ് ഒരു എന്താണ് അസോസിയേഷൻ വരണത്. അപ്പോൾ അതിനകത്ത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഓരോ എംപ്ലോയീസിന്റെയും റോൾ എന്താന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ആ റിലേഷൻഷിപ്പ് വഴി
വയ്ക്കുന്ന എൻറ്റിറ്റീസിന്റെ പാർട്ടിസിപ്പേഷന്റെ റോള് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇതിനകത്തൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റീസും ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള വേറൊരു എൻറ്റിറ്റിയും തമ്മിൽ വർക്ക്സ് ഫോർ എന്നുള്ള റിലേഷൻഷിപ്പ് വഴിയാണ് അസോസിയേഷൻ ഉള്ളത്. ഓക്കെ, അപ്പം എംപ്ലോയി വർക്ക്സ് ഫോർ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ആ എംപ്ലോയി എന്ന് പറഞ്ഞ ആ എൻറ്റിറ്റി ടൈപ്പിന്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിന്റെ റോൾ എന്താന്നുള്ളത് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യാം. അപ്പൊ ആ ഒരു സ്പെസിഫിക്കേഷൻ ആണ് റോൾ നെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എംപ്ലോയി എൻറ്റിറ്റിയുടെ അവിടെ എംപ്ലോയി എന്ന് എഴുതാം. ഡിപ്പാർട്ട്മെന്റ് എൻറ്റിറ്റിയുടെ അവിടെ എംപ്ലോയർ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസും എംപ്ലോയീസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് എൻറ്റിറ്റിയിലെ ഓരോ എൻറ്റിറ്റീസും എന്താണ്? അവിടുത്തെ എംപ്ലോയറും ആണെന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ ഒരു റോൾ നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ബേസിക്കലി ഈ റോൾ നെയിം വരുന്നത് എപ്പോഴും വരുന്നത് ബൈനറി റിലേഷൻഷിപ്പിലല്ല, റിക്കേഴ്സീവ് റിലേഷൻഷിപ്പിലാണ് നമ്മൾ ഈ റോൾ നെയിം കൂടുതലും സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ റോൾ നെയിം എന്താന്ന് വിചാരിച്ചാല് റോൾ നെയിം സിഗ്നിഫൈസ് ദ റോൾ ദാറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റി ഫ്രം എൻറ്റിറ്റി ടൈപ്പ് പ്ലേസ് ഇൻ ഈച്ച് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ആൻഡ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ വാട്ട് ദ റിലേഷൻഷിപ്പ് മീൻസ്. അതായത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റീസിന്റെ റോൾ എന്താന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഒരു റിലേഷൻഷിപ്പ് വഴി രണ്ട് എൻറ്റിറ്റീസ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസിന്റെയും റോൾ എന്താന്ന് സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് റോൾ നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രണ്ട് എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്. അതിനകത്തുള്ള ഓരോ എൻറ്റിറ്റീസിന്റെയും റോൾ എന്താണ്? എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസിന്റെയും റോൾ എന്താണ്? എംപ്ലോയീസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസിന്റെയും റോൾ എന്താണ്? എംപ്ലോയർ ആണ്. അപ്പൊ നമുക്കത് അവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ റോൾ നെയിം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് റിക്കേഴ്സീവ് റിലേഷൻഷിപ്പിലാണ്. അപ്പൊ ഇത് എന്താണേലും മനസ്സിലാക്കുക. റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എൻറ്റിറ്റി ടൈപ്പ് തന്നെ മോർ ദാൻ വൺസ് ഒരു റിലേഷൻഷിപ്പ് ടൈപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് വരുന്നത്. ദാറ്റ് മീൻസ് ഒരു റിലേഷൻഷിപ്പ് ടൈപ്പിൽ നമ്മളിപ്പോൾ കണ്ട എക്സാമ്പിൾസ് എല്ലാം ഡിഫറെന്റ് എൻറ്റിറ്റീസ് ആണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഒരു സ്റ്റുഡന്റ് എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു കോഴ്സ് എൻറ്റിറ്റി തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു ബൈനറി റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഇതുവരെയുള്ള എക്സാമ്പിളിൽ കണ്ടത്. ഇനി അതല്ല, സെയിം എൻറ്റിറ്റി ടൈപ്പ് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് പാർട്ടിസിപ്പേഷൻ നടത്താൻ പറ്റും. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനാണ് നമ്മൾ യൂണറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആ കേസിൽ നമുക്ക് എന്താണ്? ആ ഒരു എൻറ്റിറ്റി ആണല്ലോ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണുള്ളൂ. അപ്പൊ ആ എൻറ്റിറ്റിയിൽ ഓരോ എൻറ്റിറ്റീസിന്റെയും റോൾ എന്താന്നുള്ളത് നമുക്ക് റോൾ നെയിം വെച്ചിട്ട് സ്പെസിഫൈ ചെയ്തേ പറ്റൂ. എന്നാലാണ് അതിന്റെ ഓരോ അസോസിയേഷന്റെ മീനിങ് അവിടെ എന്താണ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ആ കേസിലാണ് നമ്മൾ റോൾ നെയിം കൂടുതലും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് മീൻസ് റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് സെയിം എൻറ്റിറ്റി ടൈപ്പ് പാർട്ടിസിപ്പേറ്റ് മോർ ദാൻ വൺസ് ഇൻ എ റിലേഷൻഷിപ്പ് ടൈപ്പ് ഇൻ ഡിഫറെന്റ് റോൾസ്. അതായത് സെയിം എൻറ്റിറ്റി ടൈപ്പ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇതിനകത്തൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എംപ്ലോയി എന്നുള്ള നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റി ആണുള്ളത്. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഈ R1 R2 R3 R4 എന്ന് ഇട്ടേക്കുന്നത് റിലേഷൻഷിപ്പ് ടൈപ്പ് ആണ്. എംപ്ലോയി എന്ന് പറയുന്നതാണ് എൻറ്റിറ്റി ടൈപ്പ്. അപ്പൊ ഈ ഒരു സെറ്റ് ഡയഗ്രത്തില് സെയിം എൻറ്റിറ്റി ടൈപ്പ് തന്നെയാണ് സൂപ്പർവിഷൻ എന്നുള്ള റിലേഷൻഷിപ്പ് വഴി അസോസിയേറ്റ് ചെയ്തേക്കുന്നത്. അതായത് എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റി ടൈപ്പ് റിലേഷൻഷിപ്പ് സൂപ്പർവിഷൻ എന്നുള്ള റിലേഷൻഷിപ്പ് വഴി ആ സെയിം എൻറ്റിറ്റിയോട് തന്നെയാണ് എന്താണ് റിലേഷൻഷിപ്പ് ഉള്ളത് അല്ലെങ്കിൽ അസോസിയേഷൻ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് അതിനാണ് നമ്മൾ റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ E1 E2 E3 E4 E5 E6 E7 E7 വരെ 7 എൻറ്റിറ്റീസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർവിഷൻ എന്നുള്ള റിലേഷൻഷിപ്പ് ടൈപ്പിൽ R6 വരെയുള്ള റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസസ് ഉണ്ട്. അപ്പൊ E1 അസോസിയേറ്റഡ് വിത്ത് ഈ ഏതാണ് E5. നിങ്ങൾ ആ ഫിഗർ നോക്കുക. E1 എന്നുള്ള എൻറ്റിറ്റി R1 എന്നുള്ള റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് വഴി E5ലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിമിലർലി E1 R2 വഴി E2ലേക്ക് അസോസിയേഷൻ ഉണ്ട്. അതായത് E1 എന്നുള്ള എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസും അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം എൻറ്റിറ്റി ടൈപ്പിലേക്ക് തന്നെയാണ് അസോസിയേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പിന്റെ ഓരോ എൻറ്റിറ്റീസിന്റെയും റോൾ എന്താന്ന് നമുക്ക്
സ്പെസിഫൈ ചെയ്താൽ മാത്രമാണ് ആ റിലേഷൻഷിപ്പിന്റെ മീനിങ് അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് E1 R1 E5 അത് മാത്രം നിങ്ങളത് നോക്കുക. E1 R1 വഴി E5 റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് E1ന്റെ റോളാണ് 2 എന്നിട്ടിരിക്കുന്നത്, E5ന്റെ റോളാണ് 1 എന്നിട്ടുള്ളത്. അതായത് 2 എന്ന് പറയുന്നത് എന്താണ്? 2 എന്ന് പറയുന്നത് സബോർഡിനേറ്റും 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂപ്പർവൈസർ എന്നുള്ള ഒരു റോളാണ് നമ്മളിവിടെ ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സബോർഡിനേറ്റ് ആണ്, 1 എന്ന് പറയുന്നത് സൂപ്പർവൈസർ ആണ്. ഓക്കെ, സൂപ്പർവൈസർ ആണ്. അപ്പം E1 E5 റിലേഷൻഷിപ്പ് എന്നുള്ള E1 റിലേറ്റഡ് ടു E5 ത്രൂ R1 അതാണല്ലോ ആ ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. ഒരൊറ്റ എൻറ്റിറ്റി മാത്രം നിങ്ങൾ എടുക്കുക. അതിനകത്ത് കുറെ കണക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് E1നെ മാത്രം നോക്കുക, E1 അസോസിയേറ്റഡ് വിത്ത് E5 ആ ഒരു കണക്ഷൻ മാത്രം നോക്കുക. അപ്പൊ E1 R1 E5 അതിനകത്ത് E1ഉം E5ഉം സെയിം എൻറ്റിറ്റി ടൈപ്പില് ഓരോ എൻറ്റിറ്റീസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ E1ന്റെ റോൾ എന്താണ്, E5ന്റെ റോൾ എന്താണ്? ഈ R എന്നുള്ള സൂപ്പർവിഷൻ എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ടൈപ്പില് ഈ E1ഉം E5ഉം സെയിം എൻറ്റിറ്റി ടൈപ്പിലുള്ളതാണ്. അതുകൊണ്ട് E1ന്റെ റോൾ എന്താണ്, E5ന്റെ റോൾ എന്താന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോളിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ E1ന്റെ റോൾ എന്താണ്? ഈ ഒരു R1 എന്നുള്ള റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പില് E1 ഈസ് ദ സബോർഡിനേറ്റ് ഓഫ് E5. അതായത് E5 ആണ് സൂപ്പർവൈസർ, E1 ആണ് സബോർഡിനേറ്റ്. അതിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റോൾ നെയിംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിം എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസും ഒരു റിലേഷൻഷിപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ വി ഹാവ് ടു ഗിവ് ദ റോൾ നെയിം ഫോർ ഈച്ച് എൻറ്റിറ്റീസ്. എന്നാൽ മാത്രമാണ് നമുക്കത് അതിന്റെ മീനിങ് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഓരോ എൻറ്റിറ്റീസും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഉള്ള അസോസിയേഷൻ ഓരോരോ റോൾ നെയിം വെച്ചിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 1, 2 എന്ന് കാണിച്ചിരിക്കുന്നത് 1 എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർവൈസറും 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന റോളിന്റെ പേര് സബോർഡിനേറ്റും ആണ്. നമുക്ക് അതവിടെ സൂപ്പർവൈസർ സബോർഡിനേറ്റ് എന്ന് എഴുതാം. അപ്പൊ അത് കുറെ കൺജസ്റ്റഡ് ആവും. അതുകൊണ്ടാണ് 1, 2 വെച്ചിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് എന്താണ് റോൾ നെയിം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. റിലേഷൻഷിപ്പിൽ നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ട്, കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ 2 മെയിൻ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ മാപ്പിംഗ് കാർഡിനാലിറ്റീസും സെക്കൻഡ് വൺ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ക്ലിയർ ആയാൽ മാത്രമാണ് ER ഡയഗ്രാം വരയ്ക്കാൻ പോസിബിൾ ആവുള്ളൂ കേട്ടോ. ER ഡയഗ്രാം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ്. അപ്പൊ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ മാപ്പിംഗ് കാർഡിനാലിറ്റീസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ്. ഇനി ഇത് ഓരോന്നും എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അതിന് മുമ്പ് തന്നെ ഈ കൺസ്ട്രെയിൻസ് പറയുന്നതിന് ഒപ്പം തന്നെ നമുക്ക് ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ് എന്താന്ന് പറയാം. അപ്പൊ ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ് മീൻസ് നമ്പർ ഓഫ് എൻറ്റിറ്റി സെറ്റ് വിച്ച് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റിലേഷൻഷിപ്പ്. അതായത് ഒരു റിലേഷൻഷിപ്പ് വഴി എത്ര എൻറ്റിറ്റി സെറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതിനാണ് നമ്മൾ ഡിഗ്രി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബേസിക്കലി 3 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട്: യൂണറി, ബൈനറി ആൻഡ് ടെർണറി. ഇപ്പൊ യൂണറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓൺലി 1 എൻറ്റിറ്റി ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റിലേഷൻഷിപ്പ്. അപ്പൊ ഇതിനകത്ത് സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി മോണിറ്റർ എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് വഴി അതിനോട് തന്നെയാണ് പാർട്ടിസിപ്പേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് യൂണറി റിലേഷൻഷിപ്പ്. ഇനി ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷൻഷിപ്പ് വഴി 2 എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബൈനറി, 3 എൻറ്റിറ്റീസ് തമ്മിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് ടെർണറി. ഓക്കെ, ഇനി റിലേഷൻഷിപ്പ്, നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പ് എടുത്താൽ അതിന്റെ ഒരു പേരുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇതിനകത്ത് റിലേഷൻഷിപ്പിന്റെ നെയിം എന്ന് പറഞ്ഞാൽ മോണിറ്റർ എന്ന് പറയുന്നതാണ്. ഇനി ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞു. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിഗ്രി എത്രയാണ്? 1 ആണ്. സിമിലർലി കാർഡിനാലിറ്റി റേഷ്യോ. ഇനി മൂന്നാമത്തെ ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്, കാർഡിനാലിറ്റി റേഷ്യോ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എടുത്താൽ അതിനൊരു നെയിം കൊടുക്കണം. അതുപോലെ തന്നെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് എൻറ്റിറ്റീസിന്റെ എണ്ണം ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് മൂന്നാമതായിട്ട് കാർഡിനാലിറ്റി റേഷ്യോ എന്താണെന്നും കൂടെ പറയണം. ഇനി എന്താണ് കാർഡിനാലിറ്റി റേഷ്യോ? അപ്പൊ ബേസിക്കലി നമ്മൾ കാർഡിനാലിറ്റി റേഷ്യോ ബൈനറി റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 എൻറ്റിറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത്
കാർഡിനാലിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് സ്പെസിഫൈസ് ദ മാക്സിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസസ് ടു വിച്ച് ആൻ എൻറ്റിറ്റി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ഇറ്റ്. അതായത് ഒരു എൻറ്റിറ്റി എത്ര ഇൻസ്റ്റൻസ്, ഒരു റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസസ് ടു വിച്ച് ആൻ എൻറ്റിറ്റി ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇറ്റ്. അതായത് ഒരു എൻറ്റിറ്റി ടൈപ്പിൽ ഒരു എൻറ്റിറ്റി വേറൊരു എൻറ്റിറ്റിയിലേക്ക് മാക്സിമം എത്ര ടൈം ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് അസോസിയേഷൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ് കാർഡിനാലിറ്റി റേഷ്യോ. അതല്ല എന്നുണ്ടെങ്കിൽ അതിനൊന്നുകൂടെ പറയാൻ പറ്റും ദ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ടു വിച്ച് അതർ എൻറ്റിറ്റി ക്യാൻ ബി റിലേറ്റഡ്. അതായത് നമ്മുടെ എൻറ്റിറ്റി ടൈപ്പില് അല്ലെങ്കിൽ ഓരോ എൻറ്റിറ്റീസിൽ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ടു വിച്ച് അതർ എൻറ്റിറ്റി ക്യാൻ ബി റിലേറ്റഡ് ബൈ എ റിലേഷൻഷിപ്പ്. അതായത് ഒരു എൻറ്റിറ്റി ടൈപ്പിൽ എത്ര എൻറ്റിറ്റീസ് വേറെ എൻറ്റിറ്റീസ് ആയിട്ട് എന്താണ് റിലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട്. അതാണ് കാർഡിനാലിറ്റി റേഷ്യോ. ബേസിക്കലി 4 ടൈപ്പ് ഉണ്ട്. 1:1, 1:many, many-to-1 ആൻഡ് many-to-many. 1:1 എപ്പോഴും 1:1, 1:many എന്ന് പറഞ്ഞത് 1:n എന്ന് കാണിക്കാം. many-to-1 എന്ന് പറയുന്നത് n:1 ആണ്. ആൻഡ് many-to-many ഡിനോട്ട് ബൈ m:n. അപ്പോൾ ഇത്രയും കാർഡിനാലിറ്റി റേഷ്യോ ഉണ്ട്. അപ്പം കാർഡിനാലിറ്റി റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസസ് ആണ്. എത്ര ഇൻസ്റ്റൻസ്, അതായത് ഒരു എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസും എത്ര റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് മറ്റതുമായിട്ട് പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ് കാർഡിനാലിറ്റി റേഷ്യോ. ഇനി ഇതിനകത്ത് ഇതിന്റെ ER ഡയഗ്രാം വരയ്ക്കാനുള്ള നൊട്ടേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് 1:1 1 എന്ന് പറഞ്ഞ സംഭവം, അതായത് നമ്മൾ ഓരോ എക്സാമ്പിൾ കാണുമ്പോൾ 1:1, 1:many, many-to-1 ആൻഡ് many-to-many എന്ന് കാണിക്കുമ്പോൾ 1 എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എൻറ്റിറ്റിയിൽ നമ്മൾ എന്താണ് ഡയറക്റ്റഡ് ലൈനും കാണിക്കും. മെനി വരുന്നിടത്ത് നമ്മൾ സിംഗിൾ ലൈൻ, അൺഡയറക്റ്റഡ് ലൈൻ അല്ലെങ്കിൽ പ്ലെയിൻ ലൈനാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്കതൊരു എക്സാമ്പിൾ നോക്കുമ്പോഴാണ് ഇതൊന്നും കൂടെ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് 1:1 എന്നാ നോക്കാം. അപ്പൊ ഇത് ഓരോന്നും വരയ്ക്കുന്നതിന്റെ ഒപ്പം നമുക്ക് ആ ഒരു നൊട്ടേഷൻസും നോക്കിപ്പോം. അപ്പൊ 1:1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എൻറ്റിറ്റി ടൈപ്പിൽ ഒരു എൻറ്റിറ്റി വേറൊരു എൻറ്റിറ്റി ടൈപ്പിൽ ഒരു എൻറ്റിറ്റി ആയിട്ട് മാത്രമായിരിക്കും അസോസിയേഷൻ ഉണ്ടാവുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗറിൽ ഇത് കുറച്ച് അലൈൻമെന്റ് മാറിയതാണ് കേട്ടോ. ഞാൻ ഫോണിൽ ഓപ്പൺ ചെയ്തോണ്ട് ഇതിനകത്ത് മെയിൽ എന്നുള്ള ഒരു എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്, ഫീമെയിൽ എന്നുള്ള വേറൊരു എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ആഹാ ഇത് എക്സ്പ്ലെയിൻ ചെയ്താണോ? അതെ. 1:many ഇതൊക്കെ അപ്പൊ അത്രയും എന്റെ 1/2 മണിക്കൂർ വെറുതെ കളഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞാണ്. ഇത് കഴിഞ്ഞാണോ? അതെ. ഇനി empty NIT ഇല്ലേ, null NIT ഇത് കഴിഞ്ഞ ഇത് ഓർക്കണ്ടോ നോക്കി. ഇതാണ് എക്സാമ്പിൾ പറഞ്ഞത്. ഇത് ഇന്ത്യൻ സിറ്റിസൺ, പാൻ കാർഡ് നമ്പർ, മൊബൈൽ നമ്പർ ഒക്കെ. ഇതിന് ശേഷം എടുക്കാനുള്ള ഇത് പറഞ്ഞാണോ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് പറഞ്ഞോ? ടോട്ടൽ ആൻഡ് പാർഷ്യൽ അത് പറഞ്ഞോ? അത് പറഞ്ഞു. ഇനി ഒരു നല്ല NIT എടുക്കാനല്ലേ, empty NIT എന്ന് പറഞ്ഞ്, അതാണ്. ഒരു മിനിറ്റ് നോക്കാം. സ്ട്രോങ്ങും വീക്കും പറഞ്ഞാണോ? ഇതാണ് എടുക്കാനുള്ളത്. ഓക്കെ 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 താങ്ക് യു. ഇത്രയും എത്ര സ്ലൈഡായി നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്സ്. അപ്പൊ നിങ്ങൾ അത്രയും കഴിഞ്ഞതാണ് കേട്ടോ. അപ്പൊ അത് സത്യത്തിൽ അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, കാർഡിനാലിറ്റി റേഷ്യോ, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. കാരണം ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് ER ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. ER ഡയഗ്രാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ലാബിലും ഉള്ളതാണ്. അതുപോലെ തന്നെ തിയറിക്കും കമ്പൾസറി ആയിട്ടും ഒരു ER ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് ചോദിക്കും. ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ഇമ്പോർട്ടൻറ്റ് 14 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡ്രോ ആൻ ER ഡയഗ്രാം ഫോർ ദ റിക്വയർമെന്റ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞൊരു ഭയങ്കര വലിയൊരു റിക്വയർമെന്റ് ആയിരിക്കും അവർ തരുന്നത്. ഒരു കമ്പനി ഡാറ്റാബേസ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ഡാറ്റാബേസ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ER ഡയഗ്രാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ്. ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ടൈപ്പ്. ഓക്കെ, ഇപ്പൊ എൻറ്റിറ്റി ടൈപ്പ്
എന്താ നമുക്കറിയാം എൻറ്റിറ്റി ടൈപ്പ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു എംപ്ലോയി എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി ടൈപ്പ് ആണ്, കസ്റ്റമർ എന്ന് പറയുന്നത് വേറൊരു എൻറ്റിറ്റി ടൈപ്പ് ആണ്. അപ്പോൾ അതിന്റെ ഡിഫറെന്റ് ടൈപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് വീക്ക് എൻറ്റിറ്റി ടൈപ്പ്. രണ്ട് എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്, സ്ട്രോങ് ആൻഡ് വീക്ക്. അപ്പോ നമ്മള് എന്താണ് ഒരു എൻറ്റിറ്റി ടൈപ്പിന്റെ പ്രോപ്പർട്ടീസിനാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഒരു എൻറ്റിറ്റി ടൈപ്പ് അതിന്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഓവൽ ഷേപ്പിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ആട്രിബ്യൂട്ട്സ് പറഞ്ഞപ്പോൾ അതിനകത്തൊരു കീ ആട്രിബ്യൂട്ട് എന്നുള്ള ഒരു സംഭവം നമ്മൾ പറഞ്ഞായിരുന്നു. കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എൻറ്റിറ്റി ടൈപ്പ് എടുത്താൽ അതിന്റെ ഓരോ എൻറ്റിറ്റീസിനെയും യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്കൊരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് വെച്ച് പറയാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കീ ആട്രിബ്യൂട്ട് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് എൻറ്റിറ്റി ടൈപ്പ് എടുക്കുകയെന്ന് വിചാരിച്ചോ. ഒരു സ്റ്റുഡന്റ് എൻറ്റിറ്റി ടൈപ്പ്, അതിന് കുറെ ആട്രിബ്യൂട്ട്സ് നമുക്ക് പറയാൻ പറ്റും. സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ, സ്റ്റുഡന്റിന്റെ നെയിം, സ്റ്റുഡന്റിന്റെ ഏജ്, സ്റ്റുഡന്റിന്റെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഇങ്ങനെ കുറെ ആട്രിബ്യൂട്ട്സ് വെച്ചു. ഇതിനകത്ത് ഏത് ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു സ്റ്റുഡന്റ് എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസിനെയും യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ പറഞ്ഞ സ്റ്റുഡന്റ് എൻറ്റിറ്റി ടൈപ്പിലെ റോൾ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കീ ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു കീ ആട്രിബ്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, അണ്ടർലൈൻ ചെയ്തിട്ടാണ് ഡയഗ്രത്തിൽ വരയ്ക്കുന്നത്. ഓവൽ ഷേപ്പിന്റെ ഉള്ളിൽ റോൾ നമ്പർ എന്ന് എഴുതിയിട്ട് അതിനെ അണ്ടർലൈൻ ചെയ്യും. അപ്പോഴാണ് അത് കീ ആട്രിബ്യൂട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ നമുക്കൊരു കീ ആട്രിബ്യൂട്ട് ഉള്ള, അറ്റ്ലീസ്റ്റ് വൺ കീ ആട്രിബ്യൂട്ട് ഉള്ള ഒരു എൻറ്റിറ്റി ടൈപ്പിനെ നമ്മൾ എന്ത് പറയും, സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഒരു റിയൽ വേൾഡ് എക്സാമ്പിളിൽ നമ്മൾ ഏത് സെനാരിയോ എടുത്താലും നമുക്ക് കുറെ എൻറ്റിറ്റി ടൈപ്പിനെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എല്ലാ എൻറ്റിറ്റി ടൈപ്പിനും കീ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ചില എൻറ്റിറ്റി ടൈപ്പിന് കീ ആട്രിബ്യൂട്ട്സ് വരില്ല. അപ്പോ കീ ആട്രിബ്യൂട്ട്സ് ഇല്ലാത്ത എൻറ്റിറ്റി ടൈപ്പിനെ നമ്മൾ വീക്ക് എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയും. കീ ആട്രിബ്യൂട്ട്സ് ഉള്ള എൻറ്റിറ്റീസിനെ നമ്മൾ എന്ത് പറയും, സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോ സ്ട്രോങ് എൻറ്റിറ്റി മീൻസ് എൻറ്റിറ്റി ടൈപ്പ് ദാറ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ കീ ആട്രിബ്യൂട്ട്, അറ്റ്ലീസ്റ്റ് വൺ കീ ആട്രിബ്യൂട്ട്. അതായത് നമുക്കിപ്പോ സ്റ്റുഡന്റ് എടുത്താൽ റോൾ നമ്പർ എന്ന് പറയുന്നത് ഒരു കീ ആട്രിബ്യൂട്ട് ആണ്, ഇമെയിൽ ID എന്ന് പറയുന്നത് വേറൊരു കീ ആട്രിബ്യൂട്ട് ആണ്. അതുപോലെ തന്നെ ആധാർ നമ്പർ എന്ന് പറയുന്നത് വേറൊരു കീ ആട്രിബ്യൂട്ട് ആണ്. അപ്പം ഒരു എൻറ്റിറ്റി ടൈപ്പ് എടുത്താൽ ഒന്നിൽ കൂടുതൽ കീ ആട്രിബ്യൂട്ട്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു കീ ആട്രിബ്യൂട്ട് ഉള്ള ഒരു എൻറ്റിറ്റി ടൈപ്പിന് നമ്മൾ എന്ത് പറയും, സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയും. അപ്പൊ ആ സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓഫ് എനി അതർ എൻറ്റിറ്റി ഇൻ ദ സ്കീമ. അതായത് ആ ഒരു സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പില് ഓരോ എൻറ്റിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ആട്രിബ്യൂട്ട് മാത്രം മതി. അതുകൊണ്ട് അത് വേറെ ഒരു എൻറ്റിറ്റി ടൈപ്പിനോടും ഡിപ്പെൻഡന്റ് അല്ല. ആണല്ലോ, സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പ് എടുത്താൽ അതിനകത്തുള്ള ഓരോ സ്റ്റുഡന്റ് എൻറ്റിറ്റീസിനെയും യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അതിനകത്ത് റോൾ നമ്പർ എന്നുള്ള ആട്രിബ്യൂട്ട് മാത്രം മതി. അതുകൊണ്ട് അതിന് വേറെ എൻറ്റിറ്റി ടൈപ്പുമായിട്ടും ഡിപ്പെൻഡന്റ് ആവശ്യം ഇല്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് എ സ്ട്രോങ് എൻറ്റിറ്റി വിൽ ഓൾവേസ് ഹാവ് എ പ്രൈമറി കീ. അതായത് പ്രൈം ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കീ ആട്രിബ്യൂട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ പ്രൈമറി കീ എന്താന്നുള്ള കോൺസെപ്റ്റ് കൂടുതൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഇതിനകത്ത് പ്രൈമറി കീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കീ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കീ വാല്യൂ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യാം. ദെൻ സ്ട്രോങ് എൻറ്റിറ്റീസ് ആർ റെപ്രസെന്റഡ് ബൈ എ സിംഗിൾ റെക്ടാംഗിൾ. ഇതെല്ലാം ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ നമ്മൾ ഡയഗ്രത്തിൽ സ്ട്രോങ് എൻറ്റിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാംഗിൾ വെച്ചിട്ടായിരിക്കും. ദെൻ രണ്ട് സ്ട്രോങ് എൻറ്റിറ്റീസ് നമ്മുടെ ഒരു റിക്വയർമെന്റില് രണ്ട് സ്ട്രോങ് എൻറ്റിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ആ രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് നമ്മൾ എന്ത് കാണിക്കും, നമ്മൾ ഇത്ര നാളും ഡിസ്കസ് ചെയ്ത പോലെ സിംഗിൾ ഡയമണ്ടിലായിരിക്കും അതിനെ വരയ്ക്കുന്നത്. ഓക്കെ, പിന്നെ കുറെ സ്ട്രോങ് എൻറ്റിറ്റീസിനെ കമ്പൈൻ ചെയ്താൽ രണ്ട് സ്ട്രോങ് എൻറ്റിറ്റി നമ്മൾ കമ്പൈൻ ചെയ്തു, പിന്നെ വേറെ രണ്ട് എൻറ്റിറ്റീസ് നമ്മൾ കമ്പൈൻ ചെയ്തു, അങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്ത ഒരു സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഫസ്റ്റ് ഓർക്കേണ്ടത് സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി ടൈപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു കീ ആട്രിബ്യൂട്ട് ഉള്ള എൻറ്റിറ്റി ടൈപ്പിനെയാണ് നമ്മൾ സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ എനി അതർ എൻറ്റിറ്റി. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആ സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പിൽ ഒരു ആട്രിബ്യൂട്ട് കൊണ്ട് തന്നെ നമുക്ക് ഓരോ എൻറ്റിറ്റീസിനും യൂണീക്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ അത് വേറെ ഒരു എൻറ്റിറ്റി ടൈപ്പായിട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പ്രൈമറി കീ എപ്പോഴും ഉണ്ടാവും. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ആ യൂണീക്കിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള കീ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ റെക്ടാംഗിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും.
രണ്ട് സ്ട്രോങ് എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മളൊരു സിംഗിൾ ഡയമണ്ട് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇത്രയാണ് സ്ട്രോങ്ങിന്റെ ഫീച്ചേഴ്സ്. അപ്പൊ വീക്കിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വീക്ക് എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, കീ ആട്രിബ്യൂട്ട് ഇല്ലാത്ത എൻറ്റിറ്റി ടൈപ്പിനെയാണ് നമ്മൾ വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മസ്റ്റ് ആയിട്ടും അതെന്താണ്? ആ ഒരു എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ എൻറ്റിറ്റി ടൈപ്പായിട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരു സ്ട്രോങ് എൻറ്റിറ്റി ആയിട്ട് നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമാണ് വീക്ക് എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിനൊരു കീ ആട്രിബ്യൂട്ട് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പൊ അതിന് ഡസ് നോട്ട് ഹാവ് എ പ്രൈമറി കീ. അതിന് പ്രൈമറി കീ ഉണ്ടാവില്ല, അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ആട്രിബ്യൂട്ട് ഇല്ലല്ലോ. അതുകൊണ്ട് ദിസ് എൻറ്റിറ്റി ടൈപ്പ് ഡസ് നോട്ട് ഹാവ് എ പ്രൈമറി കീ. ഇനി അതിന് പകരം അതിനെന്തായിരിക്കും ഉണ്ടാവുന്നത്? ഒരു പാർഷ്യൽ ഡിസ്ക്രിമിനേറ്റർ കീ ആയിരിക്കും ഉണ്ടാവുള്ളൂ. കാരണം വീക്ക് എൻറ്റിറ്റി ടൈപ്പിൽ കീ ആട്രിബ്യൂട്ട് ഇല്ല, അപ്പോൾ അതിനകത്തൊരു പാർഷ്യൽ കീ കാണും. അപ്പൊ അതിന് വേറൊരു സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പായിട്ട് കണക്ഷൻ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ വീക്ക് എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസിനെ നമുക്ക് യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീക്ക് എൻറ്റിറ്റി ടൈപ്പിൽ ഒരു പാർഷ്യൽ കീ കാണും, സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പിൽ ഒരു പ്രൈമറി കീ ആയിരിക്കും ഉള്ളത്. അപ്പൊ അത്ര ഫീച്ചേഴ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി വീക്ക് എൻറ്റിറ്റി ടൈപ്പിനെ നമ്മൾ ER ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഡബിൾ റെക്ടാങ്കിൾ യൂസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ വീക്ക് എൻറ്റിറ്റി ടൈപ്പും സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നത് ഡബിൾ ഡയമണ്ട് വെച്ചിട്ടായിരിക്കും. അപ്പൊ നമുക്ക് അതൊരു എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈസിലി മനസ്സിലാവും. അപ്പൊ ഇതിന്റെ കുറെ ഈ പറഞ്ഞ ഡിഫറൻസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത എല്ലാ ഡിഫറൻസസും കൂടി ഇതിനകത്ത് ഈ ഒരു ടേബിൾ ഫോർമാറ്റിൽ കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇത് നോക്കാം, ഒരു ഡയഗ്രാം. ഈ ഒരു ഡയഗ്രത്തില് ഡയഗ്രാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ട് എൻറ്റിറ്റീസ് ഉണ്ട്. രണ്ട് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കസ്റ്റമർ എൻറ്റിറ്റി ആണ്, മറ്റത് ലോൺ എൻറ്റിറ്റി ആണ്. അപ്പൊ നമ്മൾ അതിനകത്ത് കസ്റ്റമർ എൻറ്റിറ്റി സ്ട്രോങ് എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കസ്റ്റമർ എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ട്സ് രണ്ടെണ്ണമാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്, കസ്റ്റമർ ഐഡിയും കസ്റ്റമർ നെയിമും. അപ്പൊ ഒബ്വിയസ്ലി കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു കീ ആട്രിബ്യൂട്ട് ആണ്. കസ്റ്റമർ ഐ ഡി വെച്ചിട്ട് നമുക്ക് കസ്റ്റമർ എൻറ്റിറ്റിയിലെ ഓരോ എൻറ്റിറ്റീസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ലോൺ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ നമ്മൾ അതിന്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ലോൺ നെയിമും ലോൺ ഡേറ്റും ആണ്. അപ്പൊ ഒരിക്കലും ലോൺ നെയിം അല്ലെങ്കിൽ ലോൺ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു കീ വാല്യൂ അല്ല, ഒരു കീ ആട്രിബ്യൂട്ട് അല്ല. കാരണം ലോൺ നെയിം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ലോൺ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ L1, L2, L3 എന്ന് പറഞ്ഞ 3 എൻറ്റിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ L1 ലോൺ നെയിമും L2 ലോൺ നെയിം എന്തായിരിക്കും? സെയിം ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ലോൺ നെയിം എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ലോൺ, കാർ ലോൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോൺ എന്നൊക്കെ പറഞ്ഞുള്ള നെയിം അതെന്താണ്? അത് ഒരിക്കലും ഒരു കീ ആട്രിബ്യൂട്ട് അല്ല, അതിന്റെ വാല്യൂ ഒരു കീ ആട്രിബ്യൂട്ട് അല്ല. സോ ദിസ് ലോൺ എന്നുള്ള എൻറ്റിറ്റിക്ക് ഒരു കീ ആട്രിബ്യൂട്ട് ഇല്ല. അതുകൊണ്ട് അതെന്താണ്? ഒരു വീക്ക് എൻറ്റിറ്റി ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ വീക്ക് എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് കിട്ടുന്ന റിക്വയർമെന്റിൽ എൻറ്റിറ്റി ടൈപ്പിനെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ളത് നമ്മൾ തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ ലോൺ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ കീ ആട്രിബ്യൂട്ട്സ് ഇല്ലാത്തത് കൊണ്ട് അതൊരു വീക്ക് എൻറ്റിറ്റി ടൈപ്പ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഡബിൾ റെക്ടാങ്കിളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് കസ്റ്റമർ ആണ്, അതിനകത്ത് കീ ആട്രിബ്യൂട്ട് CID എന്ന് പറയുന്നതാണ്, അതുകൊണ്ട് അത് അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, ഇനി എന്താണ്? നമുക്കൊരു വീക്ക് എൻറ്റിറ്റി ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഓരോ എൻറ്റിറ്റീസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പായിട്ട് ഡിപ്പെൻഡന്റ് ആയിരിക്കും. അപ്പൊ അതിന് സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പും ഒരു വീക്ക് എൻറ്റിറ്റി ടൈപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ഒരു ഡബിൾ ഡയമണ്ട് വെച്ചിട്ടായിരിക്കും. അപ്പൊ ഈ ER ഡയഗ്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ബോറോസ് എന്ന് പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് വഴി ലോൺ എൻറ്റിറ്റി ടൈപ്പും കസ്റ്റമർ എൻറ്റിറ്റി ടൈപ്പും തമ്മിൽ അസോസിയേഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ലോൺ എന്നുള്ള വീക്ക് എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസും നമ്മുടെ കസ്റ്റമർ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിലെ ഏതൊക്കെയോ കസ്റ്റമേഴ്സ് തമ്മിൽ എന്താണ്? അസോസിയേഷൻ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എപ്പോഴും നമുക്കൊരു വീക്ക് എൻറ്റിറ്റി ടൈപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കാണിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ER ഡയഗ്രത്തിൽ അതിന്റെ ആ ഒരു എൻറ്റിറ്റി ടൈപ്പിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുള്ളൂ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് L നെയിം L ഡേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്? ഒരു കീ ആട്രിബ്യൂട്ട് അല്ല. നമുക്ക് L നെയിം വെച്ചിട്ടോ L ഡേറ്റ് വെച്ചിട്ടോ ലോൺ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ലോൺ നെയിം എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റ് ചെയ്ത് വരാവുന്ന ഒരു ആട്രിബ്യൂട്ട് വാല്യൂസ് ആയിരിക്കും. അപ്പൊ അത് എന്തായാലും എന്താണ്? ഒരു വീക്ക് എൻറ്റിറ്റി ടൈപ്പ് ആയിട്ട് വരും. വീക്ക് എൻറ്റിറ്റി ടൈപ്പിനെ നമുക്ക് സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു
എന്താണ് റിലേഷൻഷിപ്പ് വഴി ഒരു സ്ട്രോങ്ങിലേക്ക് നമ്മൾ അസോസിയേഷൻ നടത്തണം. അപ്പൊ അതന്നെയാണ് നമ്മൾ ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ നടുക്ക് കാണുന്ന ആ ഒരു ഡബിൾ ഡയമണ്ടിൽ കാണിച്ചിരിക്കുന്ന റിലേഷൻഷിപ്പിന്റെ പേരെന്താണ്? ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പ്. നമ്മൾ സാധാരണ രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ അസോസിയേഷൻ വരണതിന് റിലേഷൻഷിപ്പ് എന്ന് പറയും. അപ്പൊ നമ്മളതൊരു സിംഗിൾ ഡയമണ്ടിൽ കാണിക്കും. പക്ഷെ ഒരു സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പും ഒരു വീക്ക് എൻറ്റിറ്റി ടൈപ്പും തമ്മിലുള്ള അസോസിയേഷൻ കാണിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ഡബിൾ ഡയമണ്ടിലായിരിക്കും. അതിനെ നമ്മൾ ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ബോറോസ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പ് ആണ്. ലോൺ എന്ന് പറയുന്നത് വീക്ക് എൻറ്റിറ്റി ടൈപ്പ് ആണ്. കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് വേറൊരു എക്സാമ്പിൾ, സിമിലർ കോൺസെപ്റ്റ് ഉള്ള വേറൊരു എക്സാമ്പിൾ ആണ്. പ്രൊഫസർ എന്നുള്ള എൻറ്റിറ്റി ഉണ്ട്, അതുപോലെ ഡിപ്പെൻഡന്റ് എന്നുള്ള വേറൊരു എൻറ്റിറ്റി ഉണ്ട്. ഇതിനകത്ത് പ്രൊഫസർ എന്നുള്ള എൻറ്റിറ്റി സ്ട്രോങ് ആയിട്ടും ഡിപ്പെൻഡന്റ് എന്നുള്ളത് വീക്ക് എൻറ്റിറ്റി ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കാരണം ഡിപ്പെൻഡന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ കീ ആട്രിബ്യൂട്ട്സ് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡന്റ് എന്നുള്ള ആ ഒരു എൻറ്റിറ്റി ടൈപ്പിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തപ്പോൾ അതിന്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് കിട്ടിയിരിക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് കീ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വെക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെ വീക്ക് എൻറ്റിറ്റി ടൈപ്പ് ആയിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ഡയഗ്രാം അതിന്റെ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പ് എന്താന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് സ്ട്രോങ് ആൻഡ് വീക്ക് എൻറ്റിറ്റീസ് തമ്മിലുള്ള ലിങ്ക് ആണ്. അതിനാണ് നമ്മൾ ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിന് ഡബിൾ ഡയമണ്ട് സിമ്പൽ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ ആ പ്രൊഫസർ ഡിപ്പെൻഡന്റിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്തെല്ലാം നമ്മൾ ഈ വരച്ചിരിക്കുന്നത് ഓൾറെഡി പറഞ്ഞു, നമ്മുടെ റിക്വയർമെന്റ് നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ അതനുസരിച്ച് വരച്ചിരിക്കുന്ന ഒരു ഡയഗ്രാം ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഡയഗ്രത്തിൽ പ്രൊഫസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രൊഫസർ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് എൻറ്റിറ്റി ആണ്. കാരണം പ്രൊഫസർ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പില് ID, നെയിം, സിറ്റി, സാലറി ഈ 4 ആട്രിബ്യൂട്ട്സിൽ ID എന്ന് പറയുന്നതിനെ നമുക്ക് കീ ആട്രിബ്യൂട്ട് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ID ഒരു പ്രൈമറി കീ ആണ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രൊഫസർ എന്ന് പറയുന്ന എൻറ്റിറ്റി സ്ട്രോങ് എൻറ്റിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ ഡിപ്പെൻഡന്റ് എന്നുള്ള വേറൊരു എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്. അതിനകത്ത് നെയിം, DOB, റിലേഷൻ 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിനകത്ത് നെയിമും DOBയും റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? കീ ആട്രിബ്യൂട്ട്സ് അല്ല. നെയിം ഒരിക്കലും കീ ആട്രിബ്യൂട്ട് വരില്ല. കാരണം സെയിം നെയിം പല എൻറ്റിറ്റീസിനും വരാം. ഡിപ്പെൻഡന്റ് എന്നുള്ള ഒരു എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസിനും നെയിം എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ സെയിം വരാം. ഓക്കെ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് സെയിം വരാം, റിലേഷൻ സെയിം വരാം. അതുകൊണ്ട് ഈ 3 ആട്രിബ്യൂട്ട്സും കീ ആട്രിബ്യൂട്ടിൽ വരില്ല. പക്ഷെ അതെന്താണ്? അതുകൊണ്ട് അതൊരു വീക്ക് എൻറ്റിറ്റി ടൈപ്പ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ നമ്മൾ ഡബിൾ ഡയമണ്ട് സിമ്പലിൽ കാണിച്ചു. ദെൻ വീക്ക് എൻറ്റിറ്റി ടൈപ്പ് ആവുമ്പോൾ അതിനകത്തൊരു പാർഷ്യൽ കീ ഉണ്ടാവും എന്ന് പറഞ്ഞു. കാരണം ആ പാർഷ്യൽ കീയും ഒരു സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പിലെ പ്രൈമറി കീയും തമ്മിലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പൊ അതിനകത്ത് പാർഷ്യൽ കീനെ നമ്മൾ ഡാഷ്ഡ് ലൈന് കാണിക്കുന്നു. പ്രൈമറി കീനെ നമ്മൾ അല്ലെങ്കിൽ കീ ആട്രിബ്യൂട്ടിനെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കാണിക്കും. പാർഷ്യൽ കീനെ നമ്മൾ എന്ത് ചെയ്യും? ഡാഷ്ഡ് ലൈനിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ഡിപ്പെൻഡന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പ് വീക്ക് ആയതുകൊണ്ട് അതെപ്പോഴും എന്താണ്? ഒരു സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് ആയിട്ട് അസോസിയേഷൻ വേണം. എന്നാൽ മാത്രമാണ് അതിനകത്ത് ഓരോ എൻറ്റിറ്റീസിനും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിനകത്ത് ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പിന്റെ പേരാണ് ഹാസ്. നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഹാസ് എന്ന് പറഞ്ഞ ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പ് വഴി ഈ ഒരു വീക്ക് എൻറ്റിറ്റി ടൈപ്പിനെ ഒരു സ്ട്രോങ് എൻറ്റിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അത് ഡബിൾ ഡയമണ്ട് സിമ്പലിൽ ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പിനെ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് സിംഗിൾ ഡയമണ്ട് സിമ്പൽ നടുക്ക് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരെണ്ണം സ്ട്രോങ്ങും ഒരെണ്ണം വീക്കും ആണ്. അതുകൊണ്ട് അത് ഡബിൾ ഡയമണ്ട് വെച്ചിട്ട് കാണിച്ചു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഓരോന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൊഫസർ സ്ട്രോങ് ആണ്, ഡിപ്പെൻഡന്റ് വീക്ക് ആണ്, പാർഷ്യൽ കീ നെയിം ആണ്. പാർഷ്യൽ കീ എപ്പോഴും വീക്ക് എൻറ്റിറ്റി ടൈപ്പിലാണ് വരുന്നത്. പ്രൈമറി കീ എപ്പോഴും സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പിലായിരിക്കും വരണത്. ഇപ്പൊ സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പില് പ്രൈമറി കീ ആണ് ID, വീക്ക് എൻറ്റിറ്റി ടൈപ്പില് നെയിം ആണ് പാർഷ്യൽ കീ. ഓക്കെ,
ഇനി ഡിഗ്രി 3 ഉള്ള റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഇത്രയും ഡിസ്കസ് ചെയ്തതെല്ലാം ബൈനറി റിലേഷൻഷിപ്പിനെ പറ്റിയായിരുന്നു. യൂണറി റിലേഷൻഷിപ്പിൽ നമ്മൾ റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് പറഞ്ഞു. ബൈനറി റിലേഷൻഷിപ്പിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഇനി അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ റിലേഷൻഷിപ്പ് എന്താക്കാം, 3 ആക്കാം. ഡിഗ്രി 3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടെർണറി റിലേഷൻഷിപ്പ്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ 3 എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. 3 എൻറ്റിറ്റീസ് അല്ല, 3 എൻറ്റിറ്റി ടൈപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ടെർണറി റിലേഷൻഷിപ്പ്. അപ്പൊ അതിന്റെ ഡിഗ്രി 3 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളില് മൊബൈൽ മാനുഫാക്ചർ കമ്പനിയുടെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് 3 എൻറ്റിറ്റീസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. മൊബൈല്, പാർട്ട്, സപ്ലയർ. 3 എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. 3 എൻറ്റിറ്റീസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ നമ്മൾ ഇയർ ഡയഗ്രം വരച്ചപ്പോൾ നമുക്ക് എന്താണ്, മൊബൈലും പാർട്ടും സപ്ലയറും കൂടെ കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ടെർണറി റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ടെർണറി റിലേഷൻഷിപ്പ് കാണിച്ചിട്ടുള്ളത് ഒരു എക്സാമ്പിൾ നോക്കാം. മൊബൈല്, സപ്ലയർ, പാർട്ട്. അപ്പൊ ഇതിനകത്ത് ഈ 3 എൻറ്റിറ്റീസ് ടൈപ്പും കൂടെ കൂടി ഒരു സിംഗിൾ റിലേഷൻഷിപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് റിലേറ്റ് ചെയ്തേക്കാണ്. ദാറ്റ് മീൻസ് സപ്ലയർ സപ്ലൈസ് മൊബൈൽ പാർട്സ് എന്നുള്ള രീതിയിൽ. അതായത് ഒരു സപ്ലയർ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിലെ ഒരു എൻറ്റിറ്റി S1 എന്ന് എടുക്കുക, മൊബൈൽ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിലെ ഒരു എൻറ്റിറ്റി M1 എന്ന് എടുക്കുക, പാർട്ട് എന്നുള്ള ഒരു എൻറ്റിറ്റി ടൈപ്പിലെ എൻറ്റിറ്റി P1 എന്ന് എടുക്കുക. അപ്പൊ അത് മൂന്നും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ വരും? സപ്ലയർ S1 സപ്ലൈസ് മൊബൈൽ M1 പാർട്ട് P1. അപ്പം ആ രീതിയിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ട് നമുക്ക് ടെർണറി റിലേഷൻഷിപ്പ് നമുക്ക് യൂസ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എടുത്താൽ ചിലപ്പം ഒരൊറ്റ എൻറ്റിറ്റി ടൈപ്പ് അവിടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും, അല്ല രണ്ട് എൻറ്റിറ്റി ടൈപ്പ് പാർട്ടിസിപ്പേഷൻ വരാം, അതല്ല 3 വരാം. 3 റിലേഷൻഷിപ്പ് വരുമ്പോഴാണ് അത് ടെർണറി റിലേഷൻഷിപ്പ് ആവണത്. ഓക്കെ. ഇതിനകത്ത് നമ്മുടെ ബൈനറി റിലേഷൻഷിപ്പ് പോലെ തന്നെ ടെർണറി റിലേഷൻഷിപ്പിനും കാർഡിനാലിറ്റി റേഷ്യോയും പറയാൻ പറ്റും. കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻറ്റിറ്റി ടൈപ്പിലെ ഒരു സിംഗിൾ എൻറ്റിറ്റീസ് മറ്റുള്ള എൻറ്റിറ്റി ടൈപ്പിലെ ഒരു എൻറ്റിറ്റി ആയിട്ട് എത്ര തവണ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് വഴി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സപ്ലയർ S1 ദാറ്റ് സപ്ലൈസ് എ പ്രോസസർ P1 to the company and uses the processor P1 supplied by supplier S1 in its multiple models. അതായത് അത് പല കേസിലും നമുക്ക് 1 to 1, 1 to many, many to 1, many to 1 എന്നുള്ള ഒരു കാർഡിനാലിറ്റി റേഷ്യോ വെച്ചിട്ട് നമുക്ക് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മൊബൈൽ M1 that has a part P1. ഇത് കുറച്ച് അതായത് ഒരു സെയിം ഫിഗർ. ഓക്കെ. ഈ ഫിഗറിൽ വെച്ച് നമുക്ക് തന്നെ പറയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സപ്ലയർ എന്ന് പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പിലെ S1 എന്നുള്ള സപ്ലയർ മൊബൈൽ M1നും സപ്ലൈ ചെയ്യുന്നുണ്ട്, മൊബൈൽ M2നും സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. സെയിം പാർട്ട് അല്ലെങ്കിൽ സെയിം പ്രോസസർ, സെയിം പാർട്ട്, ഒരു പാർട്ട് മൊബൈലിന്റെ പാർട്ട് ഫോർ എക്സാമ്പിൾ P1 എന്നുള്ള ഒരു പാർട്ട് മൊബൈൽ M1നും സപ്ലൈ ചെയ്യുന്നുണ്ട്, മൊബൈൽ M2നും സപ്ലൈ ചെയ്യുന്നുള്ള കേസ് എടുക്കുക. അപ്പൊ നമുക്ക് സപ്ലയറും മൊബൈലും തമ്മിൽ 1 to many ആയിരിക്കും, സപ്ലയറും പാർട്ടും തമ്മിൽ 1 to 1 ആയിരിക്കും. അതുപോലെ തന്നെ മൊബൈലും പാർട്ടും തമ്മിൽ എന്തായിരിക്കും? many to 1 ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ, അതായത് ഓരോ എന്താണ് എൻറ്റിറ്റി ടൈപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓരോ കാർഡിനാലിറ്റി റേഷ്യോ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഒരു സിംഗിൾ എൻറ്റിറ്റി വെച്ചിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ സപ്ലയർ S1 2 മൊബൈൽ കമ്പനിയിലേക്ക് സെയിം പാർട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കാർഡിനാലിറ്റി റേഷ്യോ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സപ്ലയർ S1 M1ലേക്കും M2ലേക്കും പാർട്ട് P1 എന്നുള്ള ഒരു പ്രോസസർ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? സപ്ലയറും മൊബൈലും തമ്മിലുള്ള കാർഡിനാലിറ്റി റേഷ്യോ 1 to many ആണ്. അതായത് ഒരു സപ്ലയർ മൾട്ടിപ്പിൾ മൊബൈലിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പൊ അവിടെ 1 to many ആയി. ഓക്കെ. ദെൻ സപ്ലയറും പാർട്ടും തമ്മിലുള്ള എന്തായിരിക്കും? ഒരു സപ്ലയർ സെയിം പാർട്ടാണ്, അപ്പൊ 1 to 1 ആയി. അതുപോലെ തന്നെ പാർട്ട് മൊബൈലും തമ്മിൽ സെയിം പാർട്ട് ഡിഫറെന്റ് മൊബൈൽസിലേക്ക്, അപ്പൊ 1 to many. അപ്പം ആ ഒരു കേസിൽ ടെർണറി റിലേഷൻഷിപ്പിൽ ഓരോ എൻറ്റിറ്റീസും തമ്മിലുള്ള കാർഡിനാലിറ്റി റേഷ്യോ എങ്ങനെയാണെന്നുള്ളത് 1 to 1, 1 to many എന്നുള്ള ഓരോ കേസും വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഓരോ സ്ലൈഡിലും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അത് പല കേസിലായിട്ട് അത് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെ ഓരോ പല കേസിൽ
എങ്ങനെയാണ് ഒരു സപ്ലയർ ഡിഫറെന്റ് മൊബൈൽ കമ്പനിയിലേക്ക് സെയിം പാർട്ട്, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സപ്ലയർ ഡിഫറെന്റ് പാർട്ട് ഡിഫറെന്റ് മൊബൈൽ കമ്പനിയിലേക്ക്, അങ്ങനെ പല പല കേസ് നമുക്ക് ആ ടെർണറി റിലേഷൻഷിപ്പിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഓവറോൾ, അതായത് ഒരു ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം, അതിന്റെ നൊട്ടേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എന്താണ് ഒറിജിനൽ ഒരു ഡയഗ്രത്തിലേക്ക് പോകാനുള്ള ഒരു ഇത് നോക്കാം. കൺസ്ട്രക്ട് ആൻ ഡയഗ്രാം ഫോർ എ കാർ ഇൻഷുറൻസ് കമ്പനി. അതിനു മുമ്പ് നമുക്ക് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം നോക്കാം. ഒരു ഹോസ്പിറ്റൽ കേസ്. ഈ ഒരു സെനാരിയോ വായിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്, നമ്മളിപ്പം ഡയഗ്രാം എന്താണ്, എൻറ്റിറ്റി എന്താന്ന് പറഞ്ഞു, എൻറ്റിറ്റി ടൈപ്പുകൾ ഏതൊക്കെയുണ്ടെന്ന് പറഞ്ഞു, റിലേഷൻഷിപ്പ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഡിഫറെന്റ് കൺസ്ട്രെയിൻസ് പറഞ്ഞു. ഓക്കെ, പിന്നെ ആട്രിബ്യൂട്ട്, അതിന്റെ ടൈപ്പ് പറഞ്ഞു. അപ്പൊ ഇത്രയും ഓരോന്നിന്റെയും നൊട്ടേഷൻസും അത് ഓരോന്നിന്റെയും കോൺസെപ്റ്റും എന്താന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടെ വച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡയഗ്രാം വരയ്ക്കണം, കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത്ര നാളും കണ്ടത് രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ എങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, അതിനകത്ത് 1 to 1 ആണോ 1 to many ആണോ, ആ ഒരു കൺസ്ട്രെയിൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയ കുട്ടി എക്സാമ്പിൾ ആണ് നോക്കിയത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡയഗ്രാം ഫോർ എ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് കൺസ്ട്രക്ട് ആണ് ഡയഗ്രാം ഫോർ എ ഹോസ്പിറ്റൽ വിത്ത് എ സെറ്റ് ഓഫ് പേഷ്യൻസ് ആൻഡ് സെറ്റ് ഓഫ് മെഡിക്കൽ ഡോക്ടേഴ്സ് അസോസിയേറ്റ് വിത്ത് ഈച്ച് പേഷ്യന്റ് എ ലോഗ് ഓഫ് വേരിയസ് ടെസ്റ്റ് ആൻഡ് എക്സാമിനേഷൻസ് കണ്ടക്ടഡ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സെനാരിയോ തരും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വലിയൊരു റിക്വയർമെന്റ് തരും. എന്നിട്ട് എന്ത് പറയും, ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം വായിച്ചിട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് ഇതിന്റെ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ എൻറ്റിറ്റി ടൈപ്പ് ഏതാന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ളതോ അല്ലെങ്കിൽ ലോജിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു സംഭവമായിരിക്കണം, ഒരു റിയൽ തിങ്, ഒരു നമുക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ എൻറ്റിറ്റി ടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ നമ്മുടെ എൻറ്റിറ്റി ടൈപ്പ് ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലില് പേഷ്യൻസ് നമുക്ക് ഒരു എൻറ്റിറ്റി ടൈപ്പ് ആയിട്ട് എടുക്കാം, ഡോക്ടേഴ്സ് ഒരു എൻറ്റിറ്റി ടൈപ്പ് ആയിട്ട് എടുക്കാം, അതുപോലെ തന്നെ ടെസ്റ്റ് അതും ഒരു എൻറ്റിറ്റി ടൈപ്പ് ആയിട്ട് എടുക്കാം. ഇത്രയും ഒരു ചെറിയൊരു ഡയഗ്രത്തിന്റെ മോഡലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു പ്രോബ്ലം വായിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള എൻറ്റിറ്റി ടൈപ്പ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തേ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനകത്തുള്ള എൻറ്റിറ്റി ടൈപ്പിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഇതിനകത്ത് ഒന്നും തന്നിട്ടില്ല, മീൻസ് ഒരു എൻറ്റിറ്റി ടൈപ്പിന് ഒരു പ്രോപ്പർട്ടീസോ ആട്രിബ്യൂട്ട്സോ ഒരു കൺസ്ട്രെയിൻസോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഒരു സിമ്പിൾ ഡയഗ്രാം വരയ്ക്കാൻ നോക്കുകയാണ്. അപ്പൊ ഇത് നോക്കാം, ഇതാണ് അതിന്റെ ഒരു സിമ്പിൾ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണോ വരയ്ക്കുന്നത് നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യണം. നമുക്ക് ഒരാൾ വരയ്ക്കുന്ന ഡയഗ്രാം അല്ല വേറൊരാൾ വരയ്ക്കുന്നത്. അപ്പോ ആ റിക്വയർമെന്റ് സെയിം ആയിരിക്കും, പക്ഷെ പലർക്കും പല പല പെർസ്പെക്റ്റീവില് പല പല ഡയഗ്രത്തിന്റെ മോഡലായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് വരച്ചാലും നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു 3 എൻറ്റിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 3 എൻറ്റിറ്റീസിനെ നമ്മൾ ഓരോ റെക്ടാങ്കിളിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തു, പേഷ്യൻസ്, ടെസ്റ്റ്, ഡോക്ടേഴ്സ്. 3 എൻറ്റിറ്റീസ് ആണ് നമുക്ക് ആ റിക്വയർമെന്റ് വായിച്ചപ്പം കിട്ടിയുള്ളൂ, 3 എണ്ണത്തിനെയും വരച്ചു. നമ്മൾ തന്നെ എന്ത് ചെയ്യാം, അതിന്റെ ആട്രിബ്യൂട്ട്സിനെ കണ്ടുപിടിക്കുക. ചിലപ്പം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഇന്നതാണ് അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ സ്പെസിഫൈ ചെയ്യാം. സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിന്റെ ആട്രിബ്യൂട്ട്സിന് സെറ്റ് ചെയ്യാം. ഇപ്പൊ പേഷ്യന്റ് എന്നുള്ള ഒരു എൻറ്റിറ്റി എടുക്കുക, അതിന്റെ ആട്രിബ്യൂട്ട്സിൽ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കൊടുത്തു, അതായത് ഓരോ പേഷ്യൻസിനും ഓരോ ID ഉണ്ടാവുമല്ലോ, അത് കൊടുത്തു. അയാളുടെ നെയിം ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ഡേറ്റ് അഡ്മിറ്റഡ്, ഡേറ്റ് ചെക്ക്ഡ് ഔട്ട്. അതായത് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ആ പേഷ്യന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് റിയൽ ഡേറ്റകൾ അത് നമ്മൾ ആട്രിബ്യൂട്ട്സ് ആയിട്ട് സെറ്റ് ചെയ്തു. അതുപോലെ ടെസ്റ്റ് എന്നുള്ള ഒരു എൻറ്റിറ്റി ടൈപ്പിന് അതിന്റെ ആട്രിബ്യൂട്ട്സ് ഏതാണെന്നുള്ളത് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. ടെസ്റ്റ് ID, ടെസ്റ്റിന്റെ നെയിം, അതിന്റെ ടെസ്റ്റ് നടത്തിയ ഡേറ്റ്, അതിന്റെ ടൈം എപ്പോഴാണ്, റിസൾട്ട് എന്താണ്, അതാണ് ആ പെർട്ടിക്കുലർ എൻറ്റിറ്റി ടൈപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡോക്ടർ എന്നുള്ള ഒരു മൂന്നാമത്തെ എൻറ്റിറ്റി. അപ്പൊ ഡോക്ടറിന്റെ ID, ഡോക്ടർ SSN എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഡോക്ടറിന്റെ നെയിം, ഡോക്ടറിന്റെ സ്പെഷ്യലൈസേഷൻ, ഇത്രയും ആട്രിബ്യൂട്ട്സ് നമ്മൾ ഡോക്ടർ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഈ പറഞ്ഞ ആട്രിബ്യൂട്ട്സിലൊക്കെ ഓരോന്നും പ്രൈം ആട്രിബ്യൂട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ കീ ആട്രിബ്യൂട്ട്സ് ഉണ്ടോ, മൾട്ടി വാല്യൂഡ് ഉണ്ടോ, അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഉണ്ടോ, ഡിറൈവ്ഡ് ഉണ്ടോ, അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അതാത് നൊട്ടേഷനിൽ വരച്ചു വെക്കുക. അപ്പൊ കീ ആട്രിബ്യൂട്ട്സ് ഇപ്പൊ ഇതിനകത്ത് ഒന്നും അണ്ടർലൈൻ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളത് അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റിന്റെ കീ ആട്രിബ്യൂട്ട് ആണ് SSN, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്ന് പറയുന്നത്. ടെസ്റ്റിന്റെ കീ ആട്രിബ്യൂട്ട് ആണ് ടെസ്റ്റ് ID, ഡോക്ടറിന്റെ കീ ആട്രിബ്യൂട്ട് ആണ് ഡോക്ടർ ID.
അപ്പൊ അതെല്ലാം അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ 3 എൻറ്റിറ്റി ടൈപ്പിൽ 3ഉം എന്താണ് സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് ആണെന്ന് മനസ്സിലായി. ഇനി ഓരോ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഡയമണ്ട് സിമ്പലിൽ കാണിക്കുക. ടെസ്റ്റും ഡോക്ടറും തമ്മിലുള്ള റിലേഷൻ പെർഫോംഡ് ബൈ എന്നുള്ള ആ ഒരു ഡയമണ്ടിൽ കാണിക്കുക. പേഷ്യന്റും ടെസ്റ്റും തമ്മിൽ ടെസ്റ്റ് ലോഗ് കാണിക്കുക. പേഷ്യന്റും ഡോക്ടറും തമ്മിൽ ഡോക്ടർ പേഷ്യന്റ് എന്നുള്ള ഡയഗ്രം വെച്ചിട്ട് കാണിക്കാം. പിന്നെ നമുക്ക് വരയ്ക്കാവുന്നതാണ് പാർട്ടിസിപ്പേഷൻ കൺസ്റ്റൻസും മാപ്പിംഗ് കാർഡിനാലിറ്റീസ് ഒക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പൊ അത് അടുത്ത ദിവസം ക്ലാസ്സിൽ പറയാം. ഈ ഡയഗ്രാംസ് അടുത്ത ദിവസം ക്ലാസ്സിൽ പറയാം. അപ്പം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 2-3 റിക്വയർമെന്റ് അല്ലെങ്കിൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള ഡയഗ്രം വരയ്ക്കാനാണ് ഉള്ളത്. ഓക്കെ.